സ്വയം രക്ഷയ്ക്ക് ഹെൽമറ്റ് ധരിച്ച കെഎസ്ആർടിസി ഡ്രൈവറുടെ ഡ്രൈവിംഗ്. പത്തനംതിട്ട വാഗയാറിൽ അപകടത്തിൽപ്പെട്ട ബസിന്റെ ചില്ലുകൾ മുഖത്ത് പതിക്കാതിരിക്കാനായിരുന്നു ഹെൽമറ്റിന്റെ സുരക്ഷ തേടിയത്. ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റുന്നതിനിടെ ഇളക്കൊള്ളൂർ സ്വദേശി രാജേഷാണ് ഹെൽമറ്റ് ധരിച്ച് വാഹനമോടിച്ചത്. മാവേലിക്കരയിലുള്ള കെഎസ്ആർടിസി ബോഡി വർക്ക്ഷോപ്പിലേക്കാണ് ബസ് എത്തിച്ചത്. ദൃശ്യങ്ങൾ കാണാം നമുക്ക്. പ്രവീൺ, സുരക്ഷ എന്നാണ് സിനിമ ഡയലോഗിലാണെങ്കിൽ സുരക്ഷ മുഖ്യം ബിഗ്ലെ എന്നാണ്. മാധു, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നും. ആ വഴിയിൽ ഇരുവശങ്ങളുമായി നിന്ന ആളുകളൊക്കെ വളരെ കൗതുകത്തോടുകൂടെയാണ് ആ ഒരു കാഴ്ച കണ്ടത്. പക്ഷേ ആ ഡ്രൈവറുടെ മനസ്സ് അത് വളരെ ടെൻഷൻ പിടിച്ചതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. വളരെ ടെൻഷനോടുകൂടിയാണ് വാഹനം ഓടിച്ചത്. കാരണം കോന്നി വകയാർ ഭാഗത്ത് വെച്ച് KSRTC ബസ് അപകടത്തിൽപ്പെടുന്നു. അതിൻ്റെ ചില്ല് പൂർണ്ണമായും തകർന്നു. ഇത് കോന്നി ഡിപ്പോയിലെ KSRTC ബസ് ആയിരുന്നു. കോന്നി ഡിപ്പോ അധികൃതർ ഈ ഡ്രൈവർ രാജേഷിനെയാണ് ഇത് മാവേലിക്കരയിലുള്ള KSRTC വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ നിയോഗിച്ചത്. ഇദ്ദേഹം അവിടെ വന്നപ്പോൾ ചില്ല് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ആ മുൻവശത്തെ ചില്ലുകൾ അല്പമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഈ ബസ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശക്തമായിട്ടുള്ള കാറ്റടിക്കും. അപ്പോൾ കണ്ണിലും മുഖത്തുമൊക്കെ ഈ ചില്ല് പതിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ ഡ്യൂട്ടിയുടെ ഭാഗമായി അധികൃതർ നിർദ്ദേശിച്ച പ്രകാരം മാവേലിക്കരയിലെ ഡിപ്പോയിലേക്ക് വർക്ക്ഷോപ്പിലേക്ക് ഈ ബസ് എത്തിക്കുകയും വേണം. അങ്ങനെയാണ് സ്വയരക്ഷയ്ക്കായി ഹെൽമറ്റ് അദ്ദേഹം ധരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു മഴക്കോട്ട് കൂടി താൻ ധരിക്കണമെന്ന് കരുതിയതാണ്. കാരണം മഴയുണ്ടെങ്കിൽ നനയാതിരിക്കാൻ മഴക്കോട്ട് കൂടി ധരിക്കണമെന്ന് കരുതി. പക്ഷേ ആ സമയത്ത് മഴക്കോട്ട് കിട്ടിയില്ല, ഹെൽമറ്റ് മാത്രമേ കയ്യിൽ കിട്ടിയുള്ളൂ. ഏതായാലും സ്വന്തം തല രക്ഷിക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഹെൽമറ്റ് ധരിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ മറ്റുള്ളവരുടെയും റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്ന മറ്റുള്ളവരെയും സുരക്ഷ പ്രധാനമാണ്. ഓടിക്കുന്നത് ആനവണ്ടിയാണ്. കണ്ണിലേക്കോ മറ്റോ ഒരു ചില്ല് പാറിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അതേ മാധു, അതാണ് ഡ്രൈവർ അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിലാണ് ഇങ്ങനെ കേടായി കിടക്കുന്ന ബസ് മറ്റുള്ള ഡിപ്പോകളിലേക്കും വർക്ക്ഷോപ്പിലേക്കും എത്തിക്കുക. പക്ഷേ ഇതൊരു അടിയന്തര സാഹചര്യം വന്നതുകൊണ്ട് ഡിപ്പോ അധികൃതരുടെ നിർദ്ദേശപ്രകാരം പകൽ സമയത്ത് തന്നെ ആ വാഹനം ഓടിച്ചു പോകേണ്ടി വന്നു. അതാണ് അങ്ങനെയൊരു ഹെൽമറ്റ് ധരിക്കാൻ കാരണമായത്. ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത വഴിയാണ് വാഹനം പോകുന്നത്. വളരെ പതുക്കെയാണ് പോകുന്നത്, സൂക്ഷിച്ചൊക്കെയാണ് അദ്ദേഹം ആ വാഹനം ഓടിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് റോഡിൽ നിന്നത് കൗതുകമാണെങ്കിൽ പോലും ഒരു ചെറിയ തരി മതി കണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നം തന്നെയാണ്. ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ല. ഒരു അപകടത്തിന്റെ ബാക്കിപത്രം എന്നുള്ള നിലയിൽ ആ ബസ് ഡ്യൂട്ടിയുടെ ഭാഗമായി അത് ഓടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മാവേലിക്കരയിലെ KSRTC ഡിപ്പോയിലേക്ക് എത്തിച്ചു. ഏതായാലും രാജേഷുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്, വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ വഴിയിൽ കൂടി പോയ രണ്ട് ചെറുപ്പക്കാരാണ്, ബൈക്കിൽ പോയ ചെറുപ്പക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത്. അവർ ഏറെ നേരം ഈ ബസിന്റെ മുൻവശത്തു കൂടി സഞ്ചരിച്ചുകൊണ്ടാണ് മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വൈറലുമാണ്. ഒരേ സമയം തന്നെ സുരക്ഷയ്ക്ക് പ്രാധാന്യം, ഡ്രൈവറുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം, മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അതേസമയം തന്നെ മാധു പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ ഗ്ലാസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ബസിന്റെ മുൻവശത്തുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോൾ അത് പുറത്തേക്ക് തെറിച്ച് ഒരുപക്ഷെ യാത്രക്കാർക്കും അപകടമൊക്കെ സംഭവിച്ചേക്കാം. ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കേടായ KSRTC ബസ് സമയത്ത് തന്നെ ഇളകൊള്ളൂർ സ്വദേശിയായിട്ടുള്ള രാജേഷ്, അദ്ദേഹം കോന്നി ഡിപ്പോയിലെ ഡ്രൈവറാണ്, ഈ വാഹനം ഓടിച്ച് മാവേലിക്കരയിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു. മാധു, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.